നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചർച്ചകൾ തുടരുന്നുവെന്ന് പറയുന്നതിനിടയിലും ഇറാനെതിരെ അമേരിക്കൻ ആക്രമണം ഏത് നിമിഷവും സംഭവിച്ചേക്കാമെന്ന് റിപ്പോർട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അന്തിമ ഉത്തരവ് നൽകിയിട്ടില്ലെങ്കിലും ഏത് നിമിഷവും ആക്രമണത്തിന് തയ്യാറായിരിക്കാൻ വൈറ്റ് ഹൌസ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി CNN, CBS തുടങ്ങിയ പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിൽ അമേരിക്ക വൻ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ 13 യുദ്ധക്കപ്പലുകളാണ് മേഖലയിൽ സർവ്വസജ്ജമായി നിലയുറപ്പിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും മേഖലയിലുണ്ട്. F-22 റാപ്റ്റർ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ, F-15, F-16 പോർ വിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വ്യോമസേനയും സുസജ്ജമായി മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. സൈന്യം സർവ്വസജ്ജമാണെങ്കിലും ആക്രമണത്തിന്റെ കാര്യത്തിൽ ട്രംപ് അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല എന്നാണ് വിവരം. സൈനിക നടപടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും തന്റെ ഉപദേശകരുമായി ട്രംപ് ചർച്ചകൾ നടത്തുന്നുണ്ട്. ആണവ കരാറുമായി ബന്ധപ്പെട്ട് ട്രംപ് ഇറാന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ നയതന്ത്ര ചർച്ചകളിലൂടെ പുതിയൊരു കരാർ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ് ട്രംപ് ഇപ്പോൾ ആലോചിക്കുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആണവ തർക്കം ഉൾപ്പെടെ 6ഓളം പ്രധാന കാരണങ്ങളാണ് ഇറാനെതിരെ ആക്രമണത്തിന് ട്രംപിനെ പ്രേരിപ്പിക്കുന്നത്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ ജനീവയിൽ നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതി ഇല്ലാത്തത് അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതാണ് വീണ്ടും യുദ്ധഭീതി പരത്തിയിരിക്കുന്നത്. AI ഉച്ചകോടിയിൽ നിന്ന് മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സ് പിന്മാറി. അമേരിക്കൻ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകളിൽ ബിൽ ഗേറ്റ്സിന്റെ പേര് ഉൾപ്പെട്ടതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളാണ് പിന്മാറ്റത്തിന് പിന്നിലെന്നാണ് സൂചന. ഉച്ചകോടിയുടെ സുപ്രധാന ലക്ഷ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിയാതിരിക്കാനാണ് ഗേറ്റ്സ് വിട്ടുനിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ സംഘടനയായ ഗേറ്റ്സ് ഫൗണ്ടേഷൻ വക്താക്കൾ അറിയിച്ചു. എക്സിലൂടെയാണ് ഗേറ്റ്സിന്റെ പിന്മാറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. പകരം പ്രതിനിധി പങ്കെടുക്കും. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി 2022 ശേഷം ഏറ്റവും കുറഞ്ഞ നിലയിലായെന്ന് റിപ്പോർട്ട്. എന്നാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഇതേ കാലയളവിൽ ഏറ്റവും ഉയർന്ന വിഹിതത്തിലേക്ക് എത്തി. ചില മാസങ്ങളിൽ പ്രതിദിനം 2 ദശലക്ഷം ബാരൽ വരെ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു. എന്നാൽ അമേരിക്കയുടെ താരിഫ് വർധനയും വ്യാപാര കരാർ ഒപ്പിടാനുള്ള സമ്മർദ്ദവും കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങലുകൾ കുറയ്ക്കാൻ ഇന്ത്യയെ നിർബന്ധിതരാക്കി. കഴിഞ്ഞ നവംബർ മുതലാണ് ഇന്ത്യയുടെ റഷ്യൻ ഇറക്കുമതി കുറഞ്ഞു തുടങ്ങിയത്. CPMന്റെ സൈബർ ടീമിൽ പൊട്ടിത്തെറി. 3 മുതിർന്ന മാധ്യമപ്രവർത്തകർ സൈബർ ടീം വിട്ടു. ദേശാഭിമാനിയിലെ മുൻ ന്യൂസ് എഡിറ്റർമാർ ഉൾപ്പെടെ 3 പേരാണ് സൈബർ ടീമിൽ നിന്ന് വിട്ടുപോയത്. സൈബർ ടീമിന്റെ മേൽനോട്ടം വഹിക്കുന്ന MV നികേഷ് കുമാറിന്റെ രീതികളിലുള്ള വിയോജിപ്പ് കാരണമാണ് 3 പേരും സൈബർ ടീം വിട്ടതെന്നാണ് ലഭിക്കുന്ന സൂചന. KV സുധാകരൻ, K മോഹൻദാസ്, ES സുഭാഷ് എന്നിവരാണ് സൈബർ ടീം വിട്ടത്. സൈബർ പ്രചാരണത്തിൽ നികേഷ് കുമാർ ആസൂത്രണം ചെയ്ത പല രീതികളും പാളിയെന്നാണ് വിമർശനം. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇതിൽ അതൃപ്തിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഏറെ നാളായി CPMന്റെ സൈബർ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചു വന്നിരുന്നത് നികേഷ് കുമാർ ആയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വ്യക്തിപരമായി താല്പര്യമില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞ അദ്ദേഹം MPമാർ മത്സരിക്കണമോ എന്നതിൽ തീരുമാനമായിട്ടില്ല എന്നും ഡൽഹിയിൽ അറിയിച്ചു. കോൺഗ്രസ് MPമാരുടെ അഭിപ്രായം നേരത്തെയും തേടിയിട്ടുണ്ടെന്നും ഇതിന്റെ ഭാഗമായാണ് ഇത്തവണയും MPമാരുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. കേരള കോൺഗ്രസിൽ റോ ഗ്രൂപ്പ് ഇല്ലെന്നും തന്റെ ജീവിതകാലത്ത് ഒരിക്കലും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകില്ലെന്നും ഇപ്പോൾ പ്രചരിക്കുന്നതെല്ലാം കെട്ടുകഥയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. ജോസ് കെ മാണി പാലായിൽ മത്സരിക്കണമെന്നത് തന്റെ വ്യക്തിപരമായ ആഗ്രഹമാണ്. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്നും പാർട്ടി തീരുമാനിക്കുമെന്നുമാണ് താൻ പറഞ്ഞത്. KM മാണിയേക്കാൾ കൂടുതൽ അപ്ഗ്രേഡായ നേതാവാണ് ജോസ്. പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും റോഷി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ശബരിമല തീർത്ഥാടകരെ KSRTC ബസ്സിൽ നിന്ന് രാത്രി ഇറക്കിവിട്ട സംഭവത്തിൽ പ്രതികരിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. രാത്രിയിൽ യാത്രക്കാരെ ഇറക്കിവിടുന്നത് തെറ്റായ നടപടിയാണ്. കാട്ടിലാണോ യാത്രക്കാരെ ഇറക്കിവിടുന്നത്? പണമില്ലെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല. സംഭവത്തിൽ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതായും ഗണേഷ് കുമാർ അറിയിച്ചു. പമ്പയിൽ നിന്ന് നിലയ്ക്കൽ സ്റ്റാൻഡിലേക്ക് ടിക്കറ്റ് എടുത്തവരെയാണ് വഴിയിൽ ഇറക്കിവിട്ടത്. നിലയ്ക്കൽ സ്റ്റാൻഡിൽ കയറാതെ 1 കിലോമീറ്റർ അപ്പുറം വനമേഖലയിൽ തീർത്ഥാടകരെ ഇറക്കിവിട്ടെന്നാണ് പരാതി. UDFൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച് PK ശശി. CPM പാലക്കാട് ജില്ലാ നേതൃത്വം ശശിയെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സംസ്ഥാന നേതൃത്വം തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ കുറച്ചു നാളുകളായി CPMുമായി അകലം പാലിച്ചിരുന്ന PK ശശി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള LDF ജാഥയിലും പങ്കെടുത്തിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ജാഥയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നായിരുന്നു ശശിയുടെ മറുപടി. എന്നാൽ നേതൃത്വത്തോടുള്ള അതൃപ്തിയാണ് കാരണമെന്നാണ് വിലയിരുത്തൽ. ഷൊർണൂർ മുൻ MLA ആയിരുന്ന ശശിയെ CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു. രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടെന്ന് റിപ്പോർട്ട്. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഡൽഹി, മുംബൈ അടക്കമുള്ള വിമാനത്താവളങ്ങളിലെ സർവീസുകൾ തടസ്സപ്പെട്ടത്. ബുക്കിംഗിനും ചെക്ക് ഇൻ ചെയ്യാനും എയർലൈനുകൾ ആശ്രയിക്കുന്ന നാവിറ്റെയർ സംവിധാനമാണ് തകരാറിലായതെന്നാണ് വിവരം. ഇതോടെ ചെക്ക് ഇൻ നടപടികൾ വൈകുകയും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്തു. ഇന്ന് രാവിലെ 6:45 മുതൽ 7:30 വരെ 45 മിനിറ്റ് നേരമാണ് വിവിധ വിമാനത്താവളങ്ങളിൽ തടസ്സം നേരിട്ടത്. ഇൻഡിഗോ, ആകാശ് എയർ, എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്പനികളുടെ വിമാന സർവീസുകളെ ഇത് ബാധിച്ചു. എന്നാൽ ദ്രുതഗതിയിൽ പരിഹാരം
പരിഹാരം കണ്ട ഇൻഡിഗോ 25 മിനിറ്റിനുള്ളിൽ സംവിധാനം പൂർവ്വസ്ഥിതിയിലാക്കി. രാവിലെ 8:25 പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിച്ചു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.